Dear students, good morning all. Last class we debenture of redemption process calculate under lump sum method. ഇനി നമ്മൾ അതേ മെത്തേഡ് തന്നെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയും പ്രീമിയത്തിന് റെഡീം ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് റൈറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പാറിനായിരുന്നു, അതായത് റെഡീം ചെയ്തിട്ടുള്ളതും ഇഷ്യൂ ചെയ്തിട്ടുള്ളതും പാറിനായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പാറിന് ഇഷ്യൂ ചെയ്യുകയും പ്രീമിയത്തിന് റെഡീം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ചെയ്യുന്നതും റെഡീം ചെയ്യുന്നതും പ്രീമിയത്തിനാണെങ്കിൽ then how to treat. Okay, yes, question. On 1st April 2017, PQ Limited issued 20,000 12% debentures of rupees 100 each at a premium of 5% and redeemable at premium of 10%. The debentures are redeemable on 31st March 2020 fully out of profits, past journal entries, issue and redemption of debentures. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് 2017 PQ ലിമിറ്റഡ് 20,000 12% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. പെർ ഡിബഞ്ചറിന് 100 rupees വെച്ചിട്ട്. Then at a premium of 5% and redeemable at premium of 10%. അപ്പോൾ 5% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയും 10% പ്രീമിയത്തിൽ റെഡീം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, കമ്പനിക്ക് 5% ലോസ് ആണ്. കാരണം ഇഷ്യൂ ചെയ്തത് 5% പ്രീമിയത്തിലാണ്. സപ്പോസ് ഒരു 100 rupees വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ 105 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ അപ്പോൾ നമുക്ക് 105 കിട്ടിയിട്ടുള്ളൂ എന്ത് റെഡീം ചെയ്ത ഇഷ്യൂ ചെയ്ത സമയത്ത്. ഈ 100 rupees വാല്യൂ ഉള്ളത് 105 ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ നമ്മൾ റെഡീം ചെയ്യുന്നത് 110 അപ്പോൾ ഇവിടെ 5 രൂപ ലോസ് ആണ്. ക്ലിയർ ആണല്ലോ. 100 രൂപ വരെയുള്ള ഡിബഞ്ചർ 105 രൂപക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 5 രൂപ പ്രോഫിറ്റ് ആണ്. ഇവിടെ 5 rupees പ്രോഫിറ്റ് ആണ്. ഓക്കെ, ദെൻ ഈ 105 രൂപക്ക് വിറ്റിട്ടുള്ള ഒരു ഡിബഞ്ചർ 110 രൂപക്ക് നമ്മൾ റെഡീം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 110 രൂപ കൊടുത്തിട്ടാണ് അത് തിരിച്ചു വാങ്ങിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചു വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആ ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്നത് 5 രൂപ ലോസിലാണ്. അതാണ് ഇവിടെ നടക്കുന്ന ആക്ച്വൽ പ്രോസസ്. ദെൻ redeemable on 31st March 2020 fully out of profit. പ്രോഫിറ്റ് നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ടാണ് ഈ റിഡംഷൻ പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മോട് വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞത് പാസ് ജേർണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ കേസ് ഓർക്കുക, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നു, പ്രീമിയത്തിന് റിഡീം ചെയ്യുന്നു. അപ്പോൾ റിഡംഷൻ നടക്കുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിവിടെ റിസർവ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് നമ്മുടെ അഡീഷണൽ കേസ് ഇവിടെ വരുന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതുക. ഏതാ ഡേറ്റ്? ദാറ്റ് മീൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഏതാ? 1st April 2017. അപ്പോൾ നമുക്ക് സംശയമില്ല, 1st April 2017. 1st April 2017 ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രീസ് റൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താ ഉണ്ടാവുക? സാധാരണ പാറിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി? ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അത്രയല്ലേ കൊണ്ടുള്ളൂ. പക്ഷെ ഇവിടെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നു, പ്രീമിയത്തിന് റെഡീം ചെയ്യുന്നു എന്നുള്ള ഒരു കേസ് വരുന്നത് കൊണ്ട് ആ 5 രൂപയുടെ ലോസ് നമ്മളിവിടെ എന്ത് ചെയ്യണം? എഴുതി കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അതായത് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് 20,000 ഡിബഞ്ചേഴ്സ് പെർ ഡിബഞ്ചറിന് 100 rupees വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അറ്റ് 5% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ
ഈ 20,000 into 100 അപ്പോൾ 20 lakh. 20 lakhന്റെ 5% എത്ര വരും? That means 20 lakh into 5/100. Zeros വെട്ടിപ്പോയി. Then 5 into 2 10. Then zeros. Okay, 1 lakh. അപ്പോൾ ഈ 1 lakh rupeesഉം 20 lakh rupeesഉം കൂടി നമുക്ക് എന്ത് കിട്ടും? ബാങ്കിലേക്ക് വരും. അതായത് ഈ 20 lakh rupees ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ പാർ വാല്യൂയിലുള്ള 20 lakh rupees പ്ലസ് പ്രീമിയത്തിന് 5% പ്രീമിയത്തിന് വിറ്റത് കൊണ്ട് നമുക്കൊരു 1 lakh rupees കൂടി അഡീഷണൽ വരും. അപ്പോൾ ബാങ്കിലേക്ക് എത്ര എമൗണ്ടാണ് വരിക? 21 lakh. ക്ലിയർ? rupees 21 lakh പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തത് കൊണ്ട് 21 lakh കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ loss on issue of debentures. അതിന് മുമ്പ് to debenture. That means 12% debentures. 12% debentures. അപ്പോൾ നമ്മൾ ഇതില് ഡിബഞ്ചറിന്റെ അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യുള്ളൂ? അതായത് അതിന്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പാർ വാല്യൂ എന്താണോ അത് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. That means 20,000 debentures into 100 will get 20 lakh. Clear? ഇനി ഇവിടെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നു, റിഡംഷൻ പ്രോസസ് നടത്തുന്നത് 10% പ്രീമിയത്തിലാണ്. അപ്പൊ ഈ 5% പ്രീമിയം എന്താണ് നമുക്ക് അഡീഷണൽ കിട്ടുകയാണ്. അപ്പൊ ആ പ്രീമിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം rupees 1 lakh. വേറാണല്ലോ. അപ്പൊ ബാങ്കിലേക്ക് ഈ പറയുന്ന പ്രോസസ്സിലൂടെയാണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ കാണിച്ചത്. അതായത് 12% ഡിബഞ്ചേഴ്സ് 20 lakh, സെക്യൂരിറ്റി പ്രീമിയം 1 lakh. ഈ രണ്ട് എമൗണ്ടും കൂടി കൂടിയതാണ് എവിടേക്ക് വന്നത്? ബാങ്കിലേക്ക് വന്നത് rupees 21 lakh. ക്ലിയർ? ദെൻ ഇത് ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയം, റിഡംഷൻ നടത്തുന്നത് 10% റേറ്റിലാണ്. അപ്പൊ ആ 10% റേറ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്തുണ്ട്? ഞാൻ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു. ഒരു 5% ലോസ് അല്ലെങ്കിൽ ₹100 വെച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ₹5 ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ പ്രീമിയം ഓൺ റിഡംഷൻ, അത് ആക്ച്വൽ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് റൈറ്റ് ചെയ്യുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ rupees 2 lakh. ക്ലിയർ? ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് ഈ 2 lakh എങ്ങനെയാണ് കിട്ടിയത്? That means 20 lakh into 10/100. Clear? That means 2 lakh rupees. So loss on issue of debentures. Loss on issue of debentures account letter rupees 2 lakh. This is the first journal entry for issue of debentures at a premium of 5%. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു 21 lakh. കിട്ടിയിട്ടുള്ളത് 12% ഡിബഞ്ചേഴ്സ് 20 lakh. ദെൻ സെക്യൂരിറ്റി പ്രീമിയം 1 lakh. ഇതിന്റെ ടോട്ടൽ വാല്യൂ ആണ് ബാങ്കിലേക്ക് വന്നത് 21 lakh. ദെൻ റിഡംഷൻ നടത്തിയിട്ടുള്ളത് പ്രീമിയത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ rupees 20 lakh. അതായത് 20 lakhന്റെ 10% 2 lakh. അപ്പൊ ആ 2 lakh നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് rupees 2 lakh. അതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. ക്ലിയർ? ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ജേർണൽ എൻട്രി മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ DRR ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ അതിന് വേണ്ടിയാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് DRR എമൗണ്ട് ഫൈൻഡ് ചെയ്യണം. പ്ലീസ് ലിസൺ ഹിയർ. DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഫോർമാറ്റ് എങ്ങനെയാ? എത്ര എമൗണ്ടിനാണോ നമ്മൾ റെഡീം ചെയ്യുന്നത് ആ ഫേസ് വാല്യൂ, പ്രീമിയത്തിന് റെഡീം ചെയ്തിരുന്നാലും ഡിസ്കൗണ്ടിന് റെഡീം ചെയ്തിരുന്നാലും നോമിനൽ വാല്യൂ ഏതാണോ ആ നോമിനൽ വാല്യൂവിന്റെ 25% ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഏതാ നോമിനൽ വാല്യൂ? 20 lakh rupees. അപ്പൊ 20 lakh rupeesന്റെ 25%. സോ then 5 lakh rupees. ഇതാണ് മിനിമം എമൗണ്ട് 5 lakh rupees എന്ത് ചെയ്യണം?
DRR അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 25%. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് മീൻസ് redeemable at a premium of 10%. The debentures are redeemable on 31st March 2020 fully out of profits. ഇങ്ങനെ ക്വസ്റ്റ്യനകത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഈ ഫുൾ എമൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ഫാക്ട് പറയുന്നില്ല, ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ഈ 20 lakh rupees എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ മിനിമം എമൗണ്ട് ആയ 25% മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് 20 lakh rupees തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ DRR ഇൻവെസ്റ്റ്മെന്റോ, DRR ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എങ്ങനെയാ വരിക? ദാറ്റ് മീൻസ് ഫേസ് വാല്യൂ 20 lakh ആണ്. സോ 20 lakh ഇൻറ്റു അത് മിനിമം എമൗണ്ട് തന്നെയാണ് 15%. റിഡീം ചെയ്യുന്നതിന്റെ കേസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്ന്. ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് ഒന്നും നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് ഈ 15% തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. സോ 3 lakh. അപ്പൊ മാറിപ്പോരുത്. ഇതിന്റെ കേസിൽ സാധാരണ കേസിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കിട്ടേണ്ടത് 5 lakh rupees ആണ് മിനിമം എമൗണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഈ ഫുൾ എമൗണ്ടും എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം. സോ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ₹20 lakh. ഓക്കെ, അപ്പൊ ഏത് ഡേറ്റിനാണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഏത് ഡേറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുക? ദാറ്റ് മീൻസ് എന്നാണോ റിഡംഷൻ നടക്കുന്നത് അതുപോലെ എന്നാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതാ? 1st April 2017. അപ്പോൾ DRR നെക്സ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഡേറ്റ് വന്നിട്ട് 31st March 2018. 2018 നമ്മൾ എന്ത് ചെയ്യുന്നു, DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ജേർണൽ എൻട്രി പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു DRR account. How much? 20 lakh. എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യരുത്. ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതുകൊണ്ട് മാത്രം ഈ 20 lakh rupees ഫേസ് വാല്യൂവിന്റെ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു, DRR അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ക്ലിയർ? അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഏത് ഡേറ്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് എല്ലായ്പ്പോഴും നടത്തേണ്ടത് ഇതേ ഇയറിൽ ഏപ്രിൽ മാസത്തിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ 29 April 2018. മറിപ്പോരുതേ, 29/4/2018 നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അപ്പോൾ ജേർണൽ എൻട്രി DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് debtor to bank. How much? That means 20 lakh rupees in the 15%. നമുക്ക് കിട്ടി 3 lakh. This is the journal entry. അപ്പോൾ DRR ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതുപോലെ ഇനി DRR ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം, റിയലൈസ് ചെയ്യണം. എന്നാ നമ്മൾ റിയലൈസ് ചെയ്യുക? ദാറ്റ് മീൻസ് എന്നാണോ റിഡംഷൻ പ്രോസസ്സ് നടക്കുന്നത് ആ ഡേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക. അപ്പോൾ ഡേറ്റിന്റെ കേസിൽ മാറിപ്പോകരുത്. ഇവിടെ 18 ആണല്ലോ, അപ്പൊ 19 എഴുതേണ്ടതെന്ന് കരുതരുത്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് റിഡംഷൻ നടക്കുന്ന ഡേറ്റിലാണ്. അന്ന് എടുത്താൽ മതിയല്ലോ, അതുവരെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയി കിടക്കട്ടെ. എന്നിട്ട് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡേറ്റ് എന്താണോ ആ ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെക്യൂരിറ്റി സെക്ടർ ഏതാണോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളത് റിയലൈസ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് നെക്സ്റ്റ് എഴുതേണ്ടത്. സോ ഡേറ്റ് വന്നിട്ട് റിഡംഷൻ നടക്കുന്ന ഡേറ്റ്. എന്നാണ് റിഡംഷൻ നടക്കുന്നത്? 31st March 2020 റിഡംഷൻ നടക്കുക. സോ ദെൻ നമുക്ക് ക്യാഷ് എമൗണ്ട് കിട്ടല്ലേ ചെയ്യാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹3 lakh ടു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ₹3 lakh. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തായി, ആ എമൗണ്ട് നമ്മൾ റിയലൈസ് ചെയ്തു. ഇനി റിഡംഷൻ നടക്കാനുള്ള ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്.
അപ്പൊ ഏത് ഡേറ്റിലാണ് റിഡംഷൻ നടക്കുക? സെയിം ഡേറ്റ് 31st March 2020 റിഡംഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയത്തിൽ റെഡീം ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാവും കമ്പനിക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ റെഡീം ചെയ്യുമ്പോഴുള്ള പാറിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? അതായത് നമ്മളെ കയ്യിൽ നിന്നും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കണം. ദെൻ ഏത് ഡിബഞ്ചർ ആണോ പോകുന്നത് ആ ഡിബഞ്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതാ ഡിബഞ്ചർ? 12% ഡിബഞ്ചേഴ്സ്. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ്. ഏതാ എമൗണ്ട് ഉണ്ടാവുക? ദാറ്റ് മീൻസ് ഏത് എമൗണ്ടിനാണോ നമ്മൾ ഫേസ് വാല്യൂല് ഡിബഞ്ചർ കാണിച്ചിട്ടുള്ളത് ആ എമൗണ്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് 20 lakh. Then 2 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് 20 lakh ആണോ കിട്ടുക? അല്ല, 10% പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഈ 20 lakhന്റെ 10% കൂടി ആർക്ക് കിട്ടും? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടും. എത്ര? 20 lakhന്റെ 10% എന്ന് പറഞ്ഞാൽ 2 lakh rupees. അപ്പോൾ 20 lakh plus 2 lakh 22 lakh. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 22 lakh കിട്ടും. അപ്പോൾ നമുക്ക് എത്ര രൂപ ലോസ് ഉണ്ടായി? 2 lakh rupees നമ്മളെ കയ്യിൽ നിന്ന് അഡീഷണൽ എടുത്ത് കൊടുത്തേക്കാം. ഡിബഞ്ചറിന്റെ വാല്യൂ 20 lakh ഉള്ളൂ, പക്ഷെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 22 lakh കൊടുത്തു. 10% പ്രീമിയത്തിൽ റെഡീം ചെയ്തുകൊണ്ട് 2 lakh rupees നമ്മൾ എന്ത് ചെയ്തു? അഡീഷണൽ കൊടുക്കേണ്ടി വരും. അത് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. എന്താ എഴുതുന്നത്? പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ rupees 2 lakh. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട് എന്നുള്ളത് 22 lakh rupees കൊടുക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ജേണൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ഏത് ഡേറ്റിലാണ് കൊടുക്കുക? 31st March 2020 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പൊ ജേണൽ എൻട്രി എന്താ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എവിടുന്ന ക്യാഷ് പോവുക? ബാങ്കിൽ നിന്ന്. സോ ടു ബാങ്ക് rupees 22 lakh. 22 ലക്ഷം രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഇനി ലാസ്റ്റ് ജേണൽ എൻട്രി. എന്താ ലാസ്റ്റ് ജേണൽ എൻട്രി ഉണ്ടാവുക? മീൻസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഈ പറയുന്ന റിഡംഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള DRR അക്കൗണ്ടിലെ ബാലൻസ് എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് റൂള്. പക്ഷെ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്താണ്? ഫുൾ എമൗണ്ടും ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏത് ഡേറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുക? സെയിം ഡേറ്റിന്. സോ March 2020 നമ്മൾ നേരത്തെ DRRനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ DRRനെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. DRR അക്കൗണ്ട് ഡെറ്റർ. എത്ര DRR നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 20 lakh. That's it. Fully out of profit to general reserve account. General reserve account 20 lakh. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ഒന്നോ രണ്ടോ തവണ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഫിഗേഴ്സിലൊക്കെ ഒരു ഇമേജിനറി ഫിഗറൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഈ പെർസെൻറ്റേജിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കുക. അതുപോലെ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സിനും ഇതിൻ്റെ ഫേസ് വാല്യൂവിനും ഒക്കെ മാറ്റം വരുത്തിയിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഡേറ്റ് ഒക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുകയോ ചെയ്തിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതട്ടെ. താങ്ക് യു.